മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി അന്വേഷിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിക്കും. യൂറോളജി വകുപ്പ് മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് നീക്കം. സ്റ്റോക്ക് പുതുക്കലിലെ കാലതാമസമാണ് തിരിച്ചടിയാകുക. കുടിശ്ശിക തീർക്കൽ മന്ദഗതിയിലെന്നും ആക്ഷേപമുണ്ട്. വിവരങ്ങളുമായി സൂര്യഗായത്രി തന്നെ ചെയ്യുന്നുണ്ട്. സൂര്യഗായത്രി, കൂടുതൽ വിശദാംശങ്ങൾ. അതീവ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് യൂറോളജി മേധാവി ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചത് എന്നുള്ള കണ്ടെത്തലിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരിശോധിക്കാൻ വേണ്ടി 4-അംഗ സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ, മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രതിസന്ധികൾ വിവരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഈ പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, പിന്നീട് അത് വലിയ ചർച്ചയാകുന്നു, വിവാദമാകുന്നു. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ വിശദീകരണം പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലും പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. താൻ തെറ്റുകാരനല്ല, താൻ പഠിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ല എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് ഇതിനു മുൻപും പരാതികളായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. വരുന്ന രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങൾ പലപ്പോഴും ഒരുക്കാൻ കഴിയാത്തതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മെഡിക്കൽ കോളേജിലും എസ്റ്റേറ്റിലേക്കും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതുമാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് മറ്റ് ഡോക്ടർമാർ കൂടി രംഗത്ത് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധി മെഡിക്കൽ കോളേജിൽ നേരിടുന്നുണ്ട് എന്നുള്ള പ്രതികരണങ്ങളാണ് പല ഡോക്ടർമാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത്തരത്തിൽ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് ഉണ്ട് എന്നുള്ളത് മെഡിക്കൽ ഓഫീസറും മെഡിക്കൽ ഡയറക്ടറും ദിവസം തന്നെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടും ഉണ്ടായിരുന്നതാണ്. കാരണം ഏപ്രിൽ മാസമാണ് ഈ ഉപകരണങ്ങൾ വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽമേൽ ജൂൺ 19-നാണ് ആ ഉപകരണങ്ങൾ പർച്ചേസ് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. പർച്ചേസിംഗ് ഓർഡർ ജൂൺ 19-ന് നൽകി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആ ഉപകരണങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അതിൽ പ്രധാന കാരണമായിട്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് വിലയിൽ ചില വ്യതിയാനങ്ങൾ കണ്ടു, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് നടപടികൾ വേഗത്തിലാക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ പല പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതായത് കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ കഴിയാത്ത സാഹചര്യം മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പർച്ചേസിംഗ് ഓർഡർ നടക്കുന്നതിലൊക്കെ തന്നെ ഒരു കാലതാമസം ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് കൃത്യമായിട്ട് ഉപകരണങ്ങൾ ലഭിക്കാത്തതിന് പിന്നിലെ കാരണങ്ങൾ എന്നുള്ള വസ്തുതകളിലേക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം എത്തുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവതരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകൾ ആരോഗ്യ വകുപ്പിന്റെ അടക്കം ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. യൂറോളജി വിഭാഗത്തിലെ പ്രതിസന്ധിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റു വകുപ്പുകളിലടക്കം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ നേരിടുന്നുണ്ടോ എന്നതിലടക്കം കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കേണ്ടതായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ അതിസാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആശ്രയമായിട്ട് കാണുന്ന ആശുപത്രിയാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ട ഉത്തരവാദിത്തം കൃത്യമായിട്ട് ആരോഗ്യ വകുപ്പിനുണ്ട്. പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് അവകാശപ്പെടുന്ന ആരോഗ്യ മന്ത്രിയാണ്, ആരോഗ്യ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അത് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നതിൽ കൂടി ഒരു പരിശോധന ആരോഗ്യ വകുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ യൂറോളജി വിഭാഗം മേധാവി തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അത് ഗൗരവതരത്തിൽ തന്നെ കണ്ട് അതിനുവേണ്ട നീക്കങ്ങൾ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കഴിഞ്ഞ ദിവസം ആദ്യം ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയും വാർത്തയാവുകയും ചെയ്ത സമയത്ത് ആരോഗ്യ വകുപ്പിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്
ശരിയല്ല എന്നുള്ള പ്രതികരണം നടത്തി. വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണം മാത്രമാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതിൽ പ്രതികരണം നടത്തിയാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്താനോ അത്തരത്തിൽ ഉപകരണങ്ങളുടെ ലഭ്യത കുറവുണ്ടോ എന്നതിൽ ഒരു വിശദീകരണം നൽകാനോ പരിശോധിക്കാനോ ഒന്നും ആരോഗ്യവകുപ്പും മെഡിക്കൽ ഡയറക്ടറും ഒന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇനി അത്തരത്തിലൊരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകും, അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം മെഡിക്കൽ കോളേജിലെ വിഷയത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ശരി സൂര്യഗായത്രി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി അന്വേഷിക്കാൻ 4 അംഗ സമിതിയെ നിയോഗിക്കും. യൂറോളജി വകുപ്പ് മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് നീക്കം. സ്റ്റോക്ക് പുതുക്കലിലെ കാലതാമസമാണ് തിരിച്ചടിയാകുക. കുടിശ്ശിക തീർക്കൽ മന്ദഗതിയിലെന്നും ആക്ഷേപമുണ്ട്.